ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ കിടക്കാം. താഴെ പറയുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റല്ലാത്ത, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനയെന്ന ചോദ്യം. അത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. തെറ്റല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളത്. ഒന്ന് നോക്ക്. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ശരിയാണോ തെറ്റാണോ? രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി ശരിയാണല്ലേ? രാജ്യസഭയുടെ കാലാവധി അല്ലേ, രാജ്യസഭയ്ക്കല്ലേ കാലാവധി ഇല്ലാത്തത്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട്. 6 വർഷമാണ്. 6 വർഷം. അടുത്ത് നോക്കിയേ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് രാജ്യസഭയിലാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടാണ്? രാജ്യസഭയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? അല്ല. അവിശ്വാസ പ്രമേയം എപ്പോഴും എവിടെ അവതരിപ്പിക്കാവൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ. ആർക്കെതിരെയാണ്? ആ നിലവിൽ ഇരിക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളാണ് എന്ത് ചെയ്യുന്നത്? അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. അടുത്ത് നോക്കുക. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ശരിയാണോ? സംശയമുണ്ടല്ലേ? എന്നാൽ അത് ശരിയാണ് കേട്ടോ. അത് ശരിയാണ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത് നോക്കി. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ശരിയല്ലേ? ശരിയാണ്. ഏതൊക്കെയാണ് അപ്പം ശരി? ഇത് ശരിയാണ്. അവിശ്വാസ പ്രമേയം ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. 1, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. മനസ്സിലായി? അടുത്ത് നോക്കാം. ഓക്കെ. അടുത്ത ചോദ്യം. നീതി ആയോഗ് പുറത്തിറക്കിയ SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24 അനുസരിച്ച് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ നോക്കാം. SDG ഇന്ത്യ. SDG എന്ന് വെച്ചാൽ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ. ഒന്നാമത്തെ പോയിന്റ് വായിച്ചേ. സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യ 71 പോയിന്റ് നേടി. 2023-24 കാര്യമാണ് പറയുന്നത്. ഇന്ത്യ 71 പോയിന്റ് നേടി. 71 പോയിന്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിയായിട്ടുള്ള ഓപ്ഷനാണേ. അടുത്ത നോക്കി. ഏറ്റവും കുറവ് പോയിന്റ് നേടിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും കുറവ് പോയിന്റ് നേടിയത്, അതും ശരിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അടുത്തേക്ക്. കേരളവും ഉത്തരാഖണ്ഡും 79 പോയിന്റുകളോടെ 1-ാം സ്ഥാനം നേടി. അതും ശരിയാണ്. കേരളവും ഉത്തരാഖണ്ഡുമാണ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കേരളത്തിന് ഏറ്റവും കുറവ് പോയിന്റ് ലഭിച്ചത് 5ാമത്തെ ലക്ഷ്യമായ ജെൻഡർ ഇക്വാളിറ്റി 53 പോയിന്റ്. അത് തെറ്റാണ് കേട്ടോ. അത് തെറ്റാണേ. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകളല്ലേ? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാ? 1, 2, 3. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്തത് നേരത്തെ വായിച്ചല്ലേ. അടുത്ത് നോക്കി. ചൂടെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായത് നോക്കിയേ. ഇന്ത്യൻ സ്വാതന്ത്ര്യം തെറ്റായത്. അപ്പോൾ തെറ്റായെന്നുള്ളത് മാർക്ക് ചെയ്തേ. തെറ്റായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ് പറഞ്ഞത്. ആണോ? ആണ്. അത് ശരിയാണ് കേട്ടോ. ഓഗസ്റ്റ് 7-ന് 1905. അത് ബംഗാൾ വിഭജനമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ സ്വദേശി പ്രസ്ഥാനം വരുന്നത്. ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16-നാണെങ്കിലും സ്വദേശി പ്രസ്ഥാനം അതിനോടനുബന്ധിച്ചൊക്കെയാണ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിയാണ്. നമുക്ക് തെറ്റായതല്ലേ വേണ്ടേ. ഇത് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ആണോ? 2015 മുതലാണ് ഇന്ത്യയിൽ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7-ന് ആചരിച്ചു തുടങ്ങിയത്. ഓക്കെ. അതും ശരിയാണ്. 1918-ൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ആണോ? അതെ, അതും ശരിയാണ്.
ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അതും ശരിയാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാ? ബാലഗംഗാധര തിലകൻ. ശരിയല്ലേ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കൂ, 1, 3, 4, 2 എല്ലാം ശരി. അപ്പോൾ തെറ്റായിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നത്, തെറ്റായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അതാണ് അതിൻ്റെ ഉത്തരം, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവുമായിട്ട് നോക്കിയേ. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആണോ? പ്രധാനമന്ത്രിയാണോ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ? തെറ്റല്ലേ വേണ്ടത്? ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് വേണ്ടത്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? പ്രസിഡൻ്റാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ആണോ? രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അതുപോലെ ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കുമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ്. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അടുത്ത നോക്കി, 35 വയസ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓപ്ഷൻ കൂടെ നോക്കാം കേട്ടോ. ഓപ്ഷൻ നോക്കിയേ, 1, 4, 1, 2, 4, 1, 1, 2. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഡി 1, 2 ആണ്. 1, 2 തെറ്റാ. അപ്പം ഒന്നുകൂടെ വെച്ചോളൂ, 4 കൂടെ കിടപ്പുണ്ട് അവിടെ. 35 വയസ്സ് പൂർത്തിയ ഇന്ത്യൻ പൗരൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇത് ശരിയാണ്. അടുത്ത നോക്കുക, 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അതും ശരിയാണ്. കാരണം ഒരു സഭയിൽ, അതായത് ലോകസഭയിലാണല്ലോ നമ്മൾ പ്രധാനമന്ത്രി, നമ്മളങ്ങനെ മന്ത്രിമാരുള്ളത്. അപ്പം ആ ഒരു ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം പോയി, ആ മന്ത്രിസഭ തന്നെ പോയില്ലേ. അപ്പം 5 വർഷ കാലാവധി ഒന്നുമില്ല. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ ഉത്തരം ഡി ആണ്. ഉത്തരം ഡി ആണ് കേട്ടോ. 1ഉം 2ഉം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. അപ്പം ശരിയായിട്ടുള്ളതല്ലേ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ വായിച്ചേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ പ്രസിഡന്റിനെ സഹായിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്. ശരിയാണോ? അത് ശരിയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള, നമുക്കറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രസിഡന്റിനെ സഹായിക്കുന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ നോക്കിയ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇവിടെ പ്രഥമ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത് തെറ്റല്ലേ? പ്രഥമ ആണോ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ? അല്ല. ആദ്യത്തെ മലയാളി ആയിട്ടുള്ളതല്ലേ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ? മലയാളി ആയിട്ടുള്ളതാണ് ആര്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പോൾ ആദ്യത്തെ ആരാ? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര അല്ലേ. അടുത്ത നോക്കിയ, കമ്മീഷനിൽ അപ്പോൾ ഇത് തെറ്റല്ലേ? നമ്മുടെ ഈ ഒരു ഓപ്ഷൻ തെറ്റല്ലേ? അടുത്ത കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ 6 പേരുണ്ട്. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉൾപ്പെടെ 6 പേരുണ്ടെന്നാണ് പറയുന്നത്. അതെന്താണ്? ശരിയാണ്. 5 പേര്, ഒരു ചെയർപേഴ്സണും 5 പേരും ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. അങ്ങനത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയി വിരമിച്ച ആളായിരിക്കണം കമ്മീഷൻ ചെയർമാൻ. അത് ശരിയാണ്. എപ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഹൈക്കോടതി, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഹൈക്കോടതി എന്നുള്ള ചീഫ് ജസ്റ്റിസ് അംഗങ്ങളാകാം. പക്ഷേ എന്താവില്ല, കമ്മീഷൻ ചെയർമാൻ ആവില്ല. മനസ്സിലായി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ തന്നെ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ 1, 3, 4 നല്ല ഓപ്ഷൻ വന്നത്. ശരിയായിട്ടുള്ളത് 1, 3, 4. അപ്പം ഓപ്ഷൻ സി ആണ്
ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിക്കുക, ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പം ഇത് കുറേ പദ്ധതികളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പദ്ധതികൾ നോക്കി, ആദ്യത്തെ ജീവനം എന്ന് പറയുന്നത് ഉത്തരം പറഞ്ഞപ്പം കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന ഒരു ഇതാണ് എന്ത്, ഉപജീവനം എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. അതായത് ആശ്രിതർ മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് ഉപജീവന മാർഗമുണ്ടല്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചാൽ മതി ജീവനം എന്ന് പറയുന്ന പദ്ധതി. അടുത്ത ശരണ്യ നോക്കിയ, ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്ക് തന്നെയാണ്, വനിതകൾക്ക്. അടുത്ത് നവജീവൻ നമ്മൾക്ക് ഇതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരും. മുതിർന്ന പൗരന്മാർ 50 മുതൽ 65 വയസ്സിനിടയിലുള്ള മുതിർന്ന പൗരർക്ക് സ്വയം തൊഴിൽ അങ്ങനെ നൽകുന്നതാണ് എന്ത്, നവജീവൻ. അടുത്ത് നോക്കിയ കൈവല്യ. ഇനി ഓരോ ഓപ്ഷനല്ലേ ഉള്ളൂ. ഭിന്നശേഷിക്കാർ, കൈവല്യ. അപ്പോൾ കൈവയ്യ എന്ന് ഓർത്താൽ മതി. കൈവയ്യെങ്കിൽ നമുക്ക് ശേഷി ഉണ്ടാവില്ല. അപ്പോൾ കൈവല്യ, ഭിന്നശേഷിക്കാർ. അപ്പം ഇങ്ങനെ വരുന്നൊരു ഓപ്ഷൻ ഏതാ? 1D, 2B, 3A, 4C. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ഇത് ഓർത്തിരിക്കുക കേട്ടോ. എപ്പോഴും പദ്ധതികളൊക്കെ നമ്മുടെ ചോദിക്കുന്നതാണ്, അപ്പം അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളൊരു 6 ചോദ്യങ്ങളായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്